നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ കമൻസ് എല്ലാം റീഡ് ചെയ്ത് വളരെ സന്തോഷത്തോടെ വളരെ ആത്മാർത്ഥതയോടെ ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യുകയാണ്. ഒരു സൺഡേ മോർണിംഗ് വ്ളോഗ്. എന്തൊക്കെയാണ് സൺഡേ രാവിലത്തെ പരിപാടികളെന്ന് നോക്കാം. രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ 9 മണിയായി. അപ്പോൾ ഒന്നും കുക്ക് ചെയ്യുന്നില്ല. ഏട്ടനോട് എന്തെങ്കിലും ഈവനിങ് വേണമെന്ന് ചോദിച്ചപ്പോൾ പറയാമെന്ന് പറഞ്ഞിട്ട് ഏട്ടൻ പോയി. 9 മണിയായപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ 6:45 എഴുന്നേറ്റ് ഫോൺ സ്ക്രോൾ ചെയ്ത് അങ്ങനെ 9 മണി വരെ അങ്ങനെ ഇരുന്നപ്പോഴേക്കും ഏട്ടൻ്റെ ഫോൺ വന്നു. ബീഫ് വാങ്ങുന്നെങ്കിൽ വാങ്ങും, ബീഫല്ല പോത്ത് വാങ്ങുന്നെങ്കിൽ വാങ്ങൂ. ബീഫും പോത്തും വേറെ വേറെയാണ്. ബീഫ് കാള, പോത്ത് എരുമയുടെ ഹസ്ബൻഡാണ് പോത്ത്. ട്രിവാൻഡ്രത്ത് പോത്തും കാളയും വേറെ വേറെ ആയിട്ട് ഇറച്ചി വാങ്ങാൻ കിട്ടും. പോത്ത് വാങ്ങുന്നെങ്കിൽ വാങ്ങൂ എന്ന് പറഞ്ഞു. പിന്നെ ശരി 10 മണിക്ക് ശേഷം ഞാൻ പോയി പോത്ത് വാങ്ങാനായിട്ട്. അപ്പോഴേക്കും നമുക്ക് സ്ഥിരം പോത്തിറച്ചി തരുന്ന ആളുടെ കഴിഞ്ഞു. അവിടെ എല്ലാം ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഈ ചേട്ടൻ്റെ നിന്ന് വാങ്ങിയ കേട്ടോ. പിന്നെ സത്യം പറഞ്ഞാൽ ഒരു പണിയും ഇല്ലയെന്ന് പറഞ്ഞിരുന്നാണ്. ഇപ്പോൾ രാവിലെ വേദയ്ക്ക് മാഗിയോ നൂഡിൽസ് എന്തെങ്കിലും മതിയെന്ന് പറഞ്ഞു. ഉച്ചയ്ക്ക് വേദയ്ക്ക് പൊടിയരി ഇരിപ്പുണ്ട്, പൊടിയരി കഞ്ഞി മതിയെന്ന് പറഞ്ഞു. അപ്പോൾ സുഖമായല്ലോ, വൈകിട്ട് പിന്നെ എന്തെങ്കിലും തട്ടിക്കൂട്ടിയാൽ മതിയല്ലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കളിച്ച് ഇരുന്നപ്പോഴാണ് ഏട്ടൻ്റെ വിളി, എന്നാൽ പിന്നെ പോത്ത് വാങ്ങാൻ. രാവിലെ എഴുന്നേറ്റ താഴെ ഇറങ്ങി വന്നതേ ലേറ്റായിട്ടാണ്, ഒന്നും വെക്കണ്ടെന്നൊക്കെ പറഞ്ഞ് കളിച്ചിരുന്നിട്ട് രണ്ടും കെട്ട സമയത്ത് ഈ എന്തെങ്കിലുമൊക്കെ വയ്ക്കാൻ പറയുമ്പോൾ ഉണ്ടാകുന്ന ദേഷ്യം ഉണ്ടല്ലോ, അതെല്ലാം കടിച്ച് പിടിച്ച് ഞാൻ നേരെ പോത്തും വാങ്ങി കുറച്ച് ഫ്രൂട്ട്സും ഒക്കെ വാങ്ങി വീട്ടിൽ വന്നപ്പോഴേക്കും വേദതായി എഴുന്നേറ്റ് നിൽപ്പുണ്ട്. ആക്ച്വലി വേദ കിടന്ന് ഉറങ്ങുമായിരുന്നേ. ഞാൻ പുറത്ത് പോവാമെന്ന് പറയാൻ വേണ്ടിയിട്ട് റൂമിൽ ചെന്നപ്പോൾ വേദ സുഖം ഉറക്കം. പിന്നെ ഞങ്ങൾക്ക് പാവന്നി ഉണർത്തണ്ട, ഇന്ന് ട്യൂഷനൊന്നുമില്ല, ഉണർത്തണ്ടെന്ന് കരുതിയിട്ട് ഞാൻ പിന്നെ ഒന്നും പറയാണ്ടാണ് പോയത്. പോയിട്ട് വന്നപ്പോഴേക്കും വസ്ത്രയുടെ ഫോണിൽ നിന്ന് എന്നെ 2 പ്രാവശ്യം വിളിച്ചിരിക്കണം കേട്ടോ. ഞാൻ കണ്ടില്ല. എന്നിട്ട് വന്നപ്പോൾ അവൾക്ക് മനസ്സിലായി ഞാൻ പുറത്ത് എവിടെയോ പോയി എന്ന്. പറയാതെ പോയി എൻ്റെ ഒരു നീരസമായിരുന്നു കേട്ടോ മുഖത്ത്. പിന്നെ ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ നീ ഉറക്കമായതുകൊണ്ടാണ് ഞാൻ പറയാതെ പോയത്, പോയി പെട്ടെന്ന് കുളിച്ചിട്ട് വരാൻ പറഞ്ഞു. സാധാരണ കുളിച്ചിട്ട് അവൾ റൂമിൻ്റെ വെളിയിൽ വരാറുള്ളൂ. മീൻസ് വെളിയിൽ വന്ന് എന്നെ ഇങ്ങനെ വിളിച്ചിട്ടൊക്കെ പോയി കുളിച്ചിട്ടൊക്കെ താഴേക്ക് ഇറങ്ങി വരാറുള്ളൂ. എനിക്ക് തോന്നുന്നത് എണീറ്റ് വന്നപ്പോഴേക്കും എന്നെ കാണാത്തത് കൊണ്ട് പതിയെ താഴെ വന്നിത് അങ്ങനെ TV ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. എന്തായാലും അവളോട് കുളിക്കാൻ പറഞ്ഞു. എന്നിട്ട് അവൾക്ക് മാഗി ഉണ്ടാക്കണ്ടേ. അപ്പോൾ മാഗി ഇരിപ്പുണ്ട്, ഇൻഡോമിയുടെ നൂഡിൽസ് ഇരിപ്പുണ്ട്, ഏത് വേണം എന്നിങ്ങനെ വിളിച്ച് ചോദിക്കുകയാണ് വേദയോട്. അവൾ കുളിക്കാനായിട്ട് ഡോറെല്ലാം ക്ലോസ് ചെയ്തു. ഇവിടെ കിടന്ന് വേദാന്ന് വിളിച്ചപ്പോൾ ഈ റെസിഡൻസിലുള്ള എല്ലാവരും കേട്ടിട്ടുണ്ടാവും. എൻ്റെ വിളിയൊക്കെ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അവൾ വിളി കേട്ടു. അങ്ങനെ ഞാൻ എടുത്ത് ചോദിക്കുകയാണ് ഏത് വേണം എന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു ഇൻഡോമി മതി എന്ന് പറഞ്ഞു. ശരി, ഇൻഡോമി എങ്കിൽ ഇൻഡോമി. ഇതിപ്പോൾ ഏതായാലും ഞാൻ അവണിൽ വെച്ചാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത് കേട്ടോ. നൂഡിൽസ് ഭയങ്കര ഈസിയാണ്. ഇട്ട് ഇളക്കുക, പിടിക്കുക ഒന്നും വേണ്ട. കുറച്ച് വെള്ളം ഒഴിക്കുക, നൂഡിൽസിൻ്റെ എല്ലാ സാധനവും ഇട്ട് കൊടുക്കുക. അപ്പോൾ വെജിറ്റബിൾസ് ഇടുകയാണെങ്കിൽ വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊരു മൈക്രോവേവ് 5 മിനിറ്റ്സ് കൊടുക്കുക. ആക്ച്വലി 5 മിനിറ്റ്സ് കൊണ്ട് നൂഡിൽസ് റെഡിയാവും. പിന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം കൂടുതലാണെങ്കിൽ വീണ്ടും കുറച്ച് സമയം വേണം. മൈക്രോവേവിലാവുമ്പോൾ കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ. പക്ഷേ ഞാൻ എപ്പോഴും ഒഴിച്ചാലും വെള്ളം കൂടിപ്പോവും. ഇന്നും ഒഴിച്ച വെള്ളം കൂടിപ്പോയി. ആദ്യം 5 മിനിറ്റ്സ് കൊടുത്തിട്ട് വെള്ളം പറ്റിയില്ല. വീണ്ടും ഒരു 5 മിനിറ്റ്സ് കൂടെ കൊടുത്തിട്ടും വെള്ളം പറ്റിയില്ല. വീണ്ടും 5 മിനിറ്റ്സ് കൊടുത്തപ്പോൾ കറക്റ്റ് പരുവത്തിന് കിട്ടി കേട്ടോ. എല്ലാ മസാലകളും നൂഡിൽസും എല്ലാം കൂടി അങ്ങ് ഒരുമിച്ചിട്ടാൽ മതി. പിന്നെ 5 മിനിറ്റ്സ് ഒക്കെ കൊടുക്കുമ്പോൾ ഇടയ്ക്കൊന്നും വേണമെങ്കിൽ ജസ്റ്റ് ഇളക്കി കൊടുക്കാം. ആ പാത്രത്തിൽ തന്നെ കഴിക്കുകയും ചെയ്യാം. എന്തൊരു എളുപ്പം നോക്കണേ. മറ്റേ നൂഡിൽസ് ഉണ്ടാക്കണ പാത്രം എടുക്കണം, പിന്നെ നൂഡിൽസ് കഴിക്കുന്ന പാത്രം എടുക്കണം. ഇതാകുമ്പോൾ വയ്ക്കുന്നതും കഴിക്കുന്നതും എല്ലാം ഒന്നേ തന്നെയാണല്ലോ. അങ്ങനെ വേദയ്ക്കുള്ള നൂഡിൽസ് അവനിലേക്ക് വെക്കണം. അവനിൽ വയ്ക്കുന്ന പാത്രം എടുത്തു, അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു, മസാലകളെല്ലാം തട്ടി നമ്മുടെ ഇൻഡോമി നൂഡിൽസും അതിലേക്ക് തട്ടി കേട്ടോ. അപ്പോൾ രാവിലെ ഞാൻ വേദയ്ക്ക് ശരിക്കും പറഞ്ഞാൽ കഞ്ഞി കിട്ടു, പൊടിയേരി കഞ്ഞി വേദയ്ക്ക് ഇഷ്ടമാണ്. അച്ചാറും കൂട്ടി മതി എന്ന് പറഞ്ഞു. ജോലി എളുപ്പമാക്കുന്നതിനെ കരുതി തന്നെയാണ് സത്യം പറഞ്ഞാൽ കഞ്ഞി മതിയോടി എന്ന് ചോദിച്ചപ്പോൾ അവൾ കഞ്ഞി മതിയെന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഇതാണ്, ആരും ഇല്ലെങ്കിൽ നമ്മൾ മാത്രമേ ഉള്ളൂങ്കിൽ വയ്ക്കാനും കുടിക്കാനും കഴിക്കാനും ഇഷ്ടമാണ്, വയ്ക്കാൻ വലിയ പാടാണ്. എന്തെങ്കിലുമൊക്കെ അങ്ങ് തട്ടിക്കൂട്ടും. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഏട്ടൻ പോത്തിൻ്റെ കാര്യം പറയുന്നത്. ഞാൻ പോയി വാങ്ങുന്നത് കുറച്ച് പോത്തേ വാങ്ങുള്ളൂ കേട്ടോ, 1/2 കിലോ വാങ്ങുള്ളൂ. കാരണം ഏട്ടൻ മാത്രമാണ് ഇവിടെ ഇത് കഴിക്കുന്നത്. വേദയും ഞാനും കഴിക്കും, പക്ഷേ അത്ര ഇഷ്ടത്തോടെ കഴിക്കുന്ന സാധനമല്ല. ചിക്കൻ ആണെങ്കിൽ ഞങ്ങൾ നല്ല ഇഷ്ടത്തിൽ കഴിക്കും, ഏട്ടൻ കഴിക്കത്തില്ല. ഇവിടെ ഇത് ഏട്ടൻ മാത്രമേ കഴിക്കുന്നത്, ഭയങ്കര ഇഷ്ടത്തോടെ കഴിക്കുന്നത് കൊണ്ട് 1/2 കിലോ വാങ്ങിയുള്ളൂ. ഏട്ടൻ വൈകുന്നേരം ഒരു നേരമല്ലേ കഴിക്കത്തുള്ളൂ. അപ്പോൾ ഉച്ചയ്ക്കും എന്തായാലും വേദ കഞ്ഞി കുടിക്കും. വൈകുന്നേരം ഞാൻ കരുതി ബ്രെഡ് ഇരിപ്പുണ്ട്, ബ്രെഡും സ്റ്റീം ചെയ്ത് ബീഫും കൂടി വേദയ്ക്ക് കൊടുക്കാമെന്ന് കരുതി. പറഞ്ഞില്ലേ നമ്മൾ കഴിക്കും, പക്ഷേ അത്രയും ഇഷ്ടത്തോടെ കഴിക്കുന്ന ഒരു സാധനം അല്ലെന്നേ ഉള്ളൂ. ഒരു നേരം ഒക്കെ കഷ്ടിച്ച് കഴിച്ചാലായി. കഷ്ടിച്ചല്ല, ഒരു നേരം കഴിക്കും, അതിൽ കൂടുതൽ പിന്നെ കഴിക്കുന്ന കാര്യം വലിയ ബുദ്ധിമുട്ടാണ്. ചിക്കൻ ആണെങ്കിൽ എത്ര നേരം വേണമെങ്കിലും കഴിക്കാത്തില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ പോത്തിനെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതൊരു കുക്കർ പോത്താണ് ഞാൻ വയ്ക്കുന്നത്. ഇവിടെ അല്ലെങ്കിലും കുക്കർ പോത്താണ്, നമുക്ക് വിറകടുപ്പൊന്നും ഇല്ലല്ലോ. അപ്പോൾ അടുപ്പത്തിട്ട് ഇങ്ങനെ വേവിച്ചെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് എപ്പോഴും കുക്കറിലിട്ട് തന്നെയാണ് വേവിക്കുന്നത്. കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും
ചതച്ച് അതിലേക്ക് ചേർത്ത് കൊച്ചുള്ളിയൊക്കെ പൊളിച്ചതിലേക്ക് ഇട്ട് പിന്നെ കുറച്ച് സവോള ഞാൻ വറുത്തിടും കേട്ടോ. അല്ലാതെ ഉള്ളിയിലിട്ട് വഴട്ട് അങ്ങനെയൊന്നുമില്ല. സവോള ഇപ്പം ഞാൻ എയർ ഫ്രയറിൽ വെച്ചാണ് സവോള വറുക്കുന്നത്. വറുത്തിട്ട് അതിൽ കൂടെ തന്നെ മുളകും മല്ലിയിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് ഇറച്ചി കൂടെ തട്ടി ആ മസാലകളെല്ലാം കൂടെ കൂട്ടി അങ്ങനെയൊക്കെയാണ് ഞാനിപ്പോൾ ബീഫ് വയ്ക്കുന്നത്. എല്ലാ മസാലയും കൂടി തേച്ച് പിടിപ്പിച്ച് കുറച്ച് സമയം വച്ചിട്ട് വേവിച്ചെടുക്കും. ഇതിപ്പോൾ ഞാൻ തേച്ച് വച്ചിട്ട് വൈകുന്നേരം എടുത്ത് വേവിക്കാമെന്ന് കരുതി കേട്ടോ. തേച്ച് അങ്ങനെ മാറ്റി വയ്ക്കുക. അപ്പോൾ നല്ല ബീഫിൽ പെരണ്ടിരിക്കും. ബീഫല്ല, പോത്തിൽ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിരിക്കും. എങ്ങനെയാണ് വയ്ക്കുന്നതെന്ന് പറഞ്ഞത് മനസ്സിലായില്ല എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഒന്നുകൂടെ പറയാം. ബീഫിനെ നന്നായിട്ട് കഴുകിയെടുക്കുക. ബീഫായാലും പോത്തായാലും കഴുകിയെടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ആ ബീഫിൻ്റെ മുകളിലേക്ക് ഇടുക. അത് കഴിഞ്ഞ് കുറച്ച് കൊച്ചുള്ളി, ബീഫ് എത്രയാണോ ഉള്ളത് അതിനനുസരിച്ചിട്ടുള്ള കൊച്ചുള്ളി എടുക്കുക. പൊളിച്ച് അതിൽ കൂടെ ഇട്ടുക. വെറുതെ അങ്ങ് ഇടുക. അതിനാവശ്യമുള്ളൊരു കുഞ്ഞ് തക്കാളി ഇടുക. ഒരു 2 പച്ചമുളകും ആ ബീഫിലേക്ക് അങ്ങനെ ഇടുക. കുറച്ച് സവോള എടുത്ത് എണ്ണ ഒഴിച്ച് വറുക്കുക. ഞാൻ എയർ ഫ്രയറിലാണെങ്കിലും കുറച്ച് എണ്ണ ഒഴിച്ച് തന്നെ വറുക്കും കേട്ടോ. വറുത്തിട്ട് കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടി മൂപ്പിച്ചിട്ട് ഈ ഇറച്ചിയിൽ ഈ വറുത്ത സവോളയും എണ്ണയിലിട്ട് വറുത്തതല്ലേ ആ എണ്ണയും സവോളയും വറുത്ത മല്ലിയും മുളകും മഞ്ഞൾപ്പൊടിയും കുരുമുളകും ഗരം മസാലയും കൂടിയിട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. ഇനി കടുക്, അതായത് എണ്ണ ഒഴിച്ച് ഉള്ളി വഴറ്റി അങ്ങനത്തെ ഒരു പരിപാടിയില്ല. ഉപ്പൂടിടുക കേട്ടോ. ഒരു പരിപാടിയില്ല. വഴറ്റിയിട്ട് കുക്കറിൽ വയ്ക്കുക, വേവിച്ചെടുക്കുക. ഇത്ര തന്നെ പരിപാടി. ഭയങ്കര എളുപ്പമാണ്, എന്നാൽ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇത് വേദയ്ക്കുള്ള കഞ്ഞി ഞാൻ രാവിലെ എണീറ്റ് വന്നപ്പോൾ ഇട്ടിട്ടാണ് പോത്ത് വാങ്ങാൻ പോയത്. പോത്ത് വാങ്ങിയിട്ട് വന്നപ്പോഴേക്കും കഞ്ഞി ഒന്നുകൂടെ തിളപ്പിക്കാമെന്ന് കരുതി എടുത്തു. അപ്പോഴേക്കും കഞ്ഞി വെന്തിരിക്കുക കേട്ടോ. പിന്നെ ഞാൻ ആ കഞ്ഞി ഒന്നുകൂടെ തിളപ്പിച്ചിട്ട് അതിൽ ലേശം ഉപ്പും ഇട്ട് അങ്ങ് മാറ്റി വെച്ചേ. പിന്നെ റൈസ് കുക്കറിലൊന്നും വെച്ചില്ല. റൈസ് കുക്കറിൽ വെച്ച് ഒരു മണിക്കൂർ ആവത്തേ ഉള്ളൂ. നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഞാൻ പ്രഷർ കുക്കറിലിട്ടാണ് ഈ പൊടിയരി കഞ്ഞി വേവിക്കുന്നത്. പക്ഷേ ഇത് റൈസ് കുക്കറിൽ വെച്ചപ്പോൾ പൊടിയരി പ്രഷർ കുക്കറിലിട്ടാൽ ചിലപ്പോൾ വെള്ളം കുറവാണെങ്കിൽ കൽബ് കണക്കിരിക്കും കേട്ടോ. ഇത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പൊടിയരി കഞ്ഞിയും റെഡിയാണ്. ഇനി ഇറച്ചിക്ക് ആവശ്യമായിട്ടുള്ള സവോള, വെളുത്തുള്ളി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പൊളിച്ചെടുത്ത് ചതച്ച് തേച്ച് പിടിപ്പിച്ചാൽ മതി. വേറൊന്നും വയ്ക്കുന്നില്ല കേട്ടോ. വൈകുന്നേരത്തേക്ക് ഏട്ടന് പുട്ടിന് മാവ് നനയ്ക്കണം. വേദയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ ബ്രെഡിനെ ആവി കയറ്റി എടുക്കാമെന്ന് കരുതി. പിന്നെ ക്ലീനിങ് ഉണ്ട്. നമ്മൾ വീട്ടിൽ നിൽക്കുന്ന ദിവസം ക്ലീൻ ചെയ്തില്ലെങ്കിൽ എനിക്കെന്തോ തലപ്രാന്ത് പിടിച്ചതുപോലെ കേട്ടോ. ആക്ച്വലി ഇന്നലെ ഉച്ചയ്ക്ക് ഞാൻ ഇവിടെ വന്നപ്പോഴേ വീട് ആകെ കോലം കെട്ട് കിടക്കുകയാണ്. എനിക്ക് അപ്പോഴേ വൃത്തിയാക്കിക്കോളം അങ്ങ് മുട്ടി നിൽക്കുകയായിരുന്നു. പിന്നെ ഞാൻ കരുതി ഇന്ന് രാവിലെ എഴുന്നേറ്റ് വൃത്തിയാക്കാമെന്ന് കരുതി. അപ്പോൾ രാവിലെ ജോലിയൊന്നുമില്ലല്ലോ, പതിയെ വൃത്തിയാക്കാമെന്നൊക്കെ പറഞ്ഞിരുന്നപ്പോഴാണ് പോത്തിൻ്റെ കാര്യം വന്നത്. ഇനി പോത്ത് വെച്ചിട്ട് വൃത്തിയാക്കത്തുള്ളൂ. ഞാൻ വൃത്തിയാക്കുമെന്ന് വെച്ചാൽ അങ്ങനെയല്ല, നമ്മുടെ ഡോബിയാണ് വൃത്തിയാക്കുന്നത്. എങ്കിലും ഡോബിയെ വിടുന്നതിന് മുന്നേ ഞാൻ ഡോറിൻ്റെ ബാക്ക് സൈഡൊക്കെ ഒന്ന് തൂത്ത് തുടച്ച് സ്റ്റെപ്പും ഒക്കെ തൂത്ത് തുടച്ചിട്ടാണ് ഡോബിയെ വിടുന്നത്. അത്രയും നമ്മൾ ചെയ്യണമല്ലോ. അതുകൊണ്ട് അതിനി ചെയ്താലേ ഡോബി എനിക്ക് വിടാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ ഡോബിയുടെ പിറകെ പോയാൽ പിന്നെയും വീണ്ടും ഇറച്ചി അവിടെ ഇരുന്ന് അങ്ങനെ ചീത്തയാവും. അതുകൊണ്ട് ഞാൻ കരുതി ഇറച്ചിയിലെല്ലാം തേച്ച് പിടിപ്പിച്ച ശേഷം മുകളിൽ പോയി ആദ്യം മുകളിൽ ഡോബി വർക്ക് ചെയ്തിട്ടാണ് പിന്നെ താഴെ വർക്ക് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ വേദയ്ക്ക് സ്കൂളില്ലാത്ത ദിവസം എൻ്റെ ജോലിയൊന്നും നീങ്ങത്തതേയില്ല. ഭയങ്കര സ്ലോ ആണ്. മെയിൻ തിങ് എന്ന് പറയുന്നത് രാവിലെ എഴുന്നേക്കാൻ ലേറ്റ് ആവുന്നത് കൊണ്ടാണ് ഒരു കാര്യവും നടക്കത്തില്ല. അങ്ങനെ കളിച്ച് നിൽക്കും കേട്ടോ. മറ്റേത് വേദയ്ക്ക് സ്കൂളിൽ പോവുകയാണെങ്കിൽ ഇപ്പോൾ ഏട്ടനുണ്ടെങ്കിൽ 7:30 മണിയൊക്കെ ആകുമ്പോൾ വേദയ്ക്ക് സ്കൂളിൽ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ റെഡിയാവും. വലിയ തിരക്കുണ്ടാവില്ല. അല്ലാത്ത സ്കൂളില്ലാത്ത ദിവസം തോന്നുമ്പോൾ എഴുന്നേക്കും, തോന്നുമ്പോൾ വയ്ക്കും, കുടിക്കും, ഒരു ജോലി ആവത്തില്ല. എനിക്ക് സാറ്റർഡേ സൺഡേ എന്ന് കേൾക്കുമ്പോഴേ ഇഷ്ടമാണ് ഉറങ്ങാമല്ലോ. പിന്നെ ജോലിയുടെ കാര്യം ആലോചിക്കുമ്പോഴാണ് അയ്യോ എന്നൊരു ജോലി ആയില്ലല്ലോ എന്നുള്ളത് തോന്നുന്നത്. കിച്ചണിലൊക്കെ കയറിയാൽ എനിക്ക് ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ ശരിയാവില്ല. അപ്പോൾ ക്ലീനിങ്ങും എല്ലാം കൂടിയൊക്കെ കഴിയുമ്പോൾ ഒരു നേരമാവും കേട്ടോ. എന്നാൽ ഈ ശനിയും ഞായറും പോത്തുപോലെ കിടന്ന് ഉറങ്ങുമെന്ന് വെച്ചാൽ ഉറങ്ങത്തുമില്ല കേട്ടോ. കറക്റ്റ് വേദേ സ്കൂളിൽ വിടുന്ന ആ ഒരു ശീലം ഉണ്ടല്ലോ, നമ്മൾ 5:45 അലാം വെച്ച് എഴുന്നേക്കും. ആ 5:45 സമയമാകുമ്പോൾ ഓട്ടോമാറ്റിക് എഴുന്നേക്കും. എന്നാൽ വേദയ്ക്ക് സ്കൂളിൽ പോവേണ്ട ദിവസം 5:45 ഓട്ടോമാറ്റിക് എഴുന്നേക്കുമെന്ന് കേട്ടാലില്ല, അലാം കേട്ട് എഴുന്നേക്കത്തുള്ളൂ. അല്ലാതെ ഈ ശനി ഞായറും ഒന്ന് കിടന്നുറങ്ങാലോ എന്ന് കരുതി കിടക്കുന്ന ദിവസങ്ങളിൽ ഉറക്കമേ വരില്ല. ഞാൻ 6:45 ഒന്ന് എഴുന്നേറ്റു. പിന്നെ ഉറക്കം വരുന്നില്ല. പിന്നെ ഞാൻ കരുതി ഫോണും നോക്കി കിടക്കാമെന്ന് പറഞ്ഞാണ് അങ്ങനെ കിടന്നത്. പക്ഷേ അപ്പോഴേ ഏട്ടന് എന്തെങ്കിലും ഇതുപോലെ വേണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ എൻ്റെ ജോലികൾ കുറച്ചുകൂടെ നേരത്തെ ആയാനെ. അങ്ങനെ നമ്മുടെ ഇൻഡോമി അവളിൽ കിടക്കും, വിളിക്കും, ഞാൻ ഇളക്കും, നോക്കും, വെള്ളം കൂടും, വീണ്ടും 5 മിനിറ്റ് കൊടുക്കും. അങ്ങനെ ടോട്ടൽ 15 മിനിറ്റ് കൊടുക്കേണ്ടി വന്നു കേട്ടോ. ശരിക്കും ഒരു 7-8 മിനിറ്റൊക്കെ ആകുമ്പോൾ കറക്റ്റാവും. വെള്ളത്തിൻ്റെ അളവ് നോക്കിയിട്ട് എടുക്കുക. എനിക്ക് പേടിയാണ് അഥവാ വെള്ളം ഒഴിച്ചിട്ട് തികഞ്ഞില്ലെങ്കിലോ. അതാകുമ്പോൾ ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് വെള്ളം ഒഴിച്ച് വേവിക്കാലോ എന്ന് രീതിയാണ് വെള്ളം ധാരാളം ഒഴിച്ച് അവളിൽ വയ്ക്കുന്നത്. അല്ലാതെ വേവിക്കുമ്പോൾ
വെക്കുമ്പോൾ വെള്ളം ആവശ്യമുണ്ട്, അവളിൽ വെക്കുമ്പോൾ വെള്ളം വളരെ കുറച്ച് മതി കേട്ടോ. അടുത്ത എയർ ഫ്രയറിലാണ് ഞാൻ സവോള വറുക്കുന്നത്. സവോള ഭയങ്കര തിന്നായിട്ട് സ്ലൈസറിൽ വെച്ച് സ്ലൈസ് ചെയ്തതാണ്. എന്നിട്ട് ഇന്നലെ വേദ ഒരു പൊട്ടറ്റോയിൽ പരീക്ഷണം ഉണ്ടാക്കിയില്ലേ, ആ പരീക്ഷിച്ചതിലുള്ള വെളിച്ചെണ്ണയാണ്. ആ എണ്ണയാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തു കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മൾ എണ്ണ അല്ലാതെ വറുത്തെടുക്കുകയാണെങ്കിലും എണ്ണ വറുത്തിട്ട് കുറച്ച് മല്ലിയും മുളകും കൂടി ആ എണ്ണയിൽ മൂപ്പിച്ചിടുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോഴേക്കും വേദ ഇറങ്ങി വന്ന് ഇൻഡോമീൻ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇപ്പോഴല്ല കുറച്ച് നാളുകൊണ്ട് വേദയ്ക്ക് വെറും വയറ്റിൽ ബദാം കഴിക്കാനായിട്ട് ഒരു 5 എണ്ണം വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരിക്കും. വേദയും ഞാനും ഒക്കെ കഴിക്കും കേട്ടോ. ഏട്ടന് കൊടുക്കുമ്പോൾ ഏട്ടൻ കഴിക്കില്ല. കഴിക്കാത്ത വേറൊന്നും കൊണ്ടല്ല, ഇഷ്ടമില്ലാത്തത് കൊണ്ടാട്ടോ. ചിലപ്പോഴൊക്കെ എടുത്ത് വെച്ച് കഴിക്കുന്നതാണ്, ചിലപ്പോൾ കഴിക്കത്തില്ല. അങ്ങനെ വേദ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു. പഠിക്കാൻ ശരിക്കും ഉണ്ട് വേദയ്ക്ക്. ഒരുപാട് ചാർട്ടോ എന്തൊക്കെയോ ചെയ്യാനുണ്ട്. ഇന്ന് ട്യൂഷൻ ഉണ്ടായിരുന്നില്ല, അപ്പോൾ മാം വിളിച്ചിട്ട് കുറേ ഹോംവർക്ക് ഇട്ട് കൊടുത്തു. ആ ട്യൂഷനിൽ ഹോംവർക്ക് എല്ലാം ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ വേദ ഇരുന്ന് ചെയ്യാണ്. വേദ ഇറങ്ങി വന്നപ്പോഴും 12 മണിയൊക്കെ ആയി കേട്ടോ. കുളിച്ചൊരുങ്ങി വന്നിട്ട് 12 അല്ല 10-11 മണിയൊക്കെ ആയി കുളിച്ചൊരുങ്ങി റെഡിയായി വന്നപ്പോഴേക്കും. അപ്പോൾ ഇനി ലഞ്ച് പതിയെ കഴിക്കത്തുള്ളൂ. ലഞ്ചിന് അച്ചാറും മുളക് വറുത്തതും കഞ്ഞിയും മാത്രം മതി എന്ന് പറഞ്ഞു. അങ്ങനെ എയർ ഫ്രയറിൽ കിടന്ന് സവോളയൊക്കെ വറുത്ത് വരികയാണ്. ഞാനപ്പോഴേക്കും ബാക്കി വേണ്ട സാധനങ്ങളെല്ലാം അരിഞ്ഞ് പറക്കിയൊക്കെ വെക്കുകയാണ്. എയർ ഫ്രയറിൽ 180 ഡിഗ്രിയിൽ ഒരു 5 മിനിറ്റ്സ് കൊടുക്കുക. അതിനിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. വീണ്ടും ഒരു 5 മിനിറ്റ്സ് കൂടെ കൊടുക്കുക. 5 മിനിറ്റ്സ് വേണ്ട കേട്ടോ, ഒരു 3 മിനിറ്റ്സ് കൂടെ കൊടുത്താൽ മതി. അപ്പോഴേക്കും നമ്മുടെ സവോള കറക്റ്റ് മൂത്ത് കിട്ടും. 5 മിനിറ്റ്സാണ് കൊടുക്കുന്നതെങ്കിൽ ഒന്നുകൂടെയൊക്കെ ഇടയ്ക്ക് നോക്കുക കരിഞ്ഞു പോയോ എന്ന്. ഇന്നിപ്പോൾ സംഭവിച്ചത് അങ്ങനെ തന്നെയാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എയർ ഫ്രയറോ മൈക്രോവേവോ ഒക്കെ കൊടുക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ എന്ത് സാധനം വെച്ചാൽ അല്ലെങ്കിൽ കരിഞ്ഞു പോകും കേട്ടോ. അങ്ങനെ ഇളക്കുന്നതിന് പകരം വീഡിയോ എടുക്കലിൻ്റെ ധൃതിയിലായതുകൊണ്ട് ഇളക്കാൻ മറന്നുപോയി. അങ്ങനെ എയർ ഫ്രയർ 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്നു നോക്കുമ്പോഴേക്കും പകുതി സവോളയും കരിഞ്ഞു കേട്ടോ. പിന്നെ കുഴപ്പമില്ല, വലിയ രീതിയിൽ കരിഞ്ഞില്ല. കരിഞ്ഞെങ്കിലും അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കരിയൊക്കെ ആയിരുന്നു, അതുകൊണ്ട് കുഴപ്പമില്ല. ഇത് ഞാൻ വാങ്ങിച്ച സാധനങ്ങളാട്ടോ. ഇത് വേദയ്ക്ക് പരീക്ഷണം. ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള മസാല മുന്തിരിക്ക് വേണ്ടിയിട്ട് മുന്തിരി വാങ്ങി. നാളെ കേർഡ് റൈസിന് വേണ്ടിയിട്ടുള്ള മാതളം വാങ്ങി. എനിക്ക് വേണ്ടിയിട്ടുള്ള സലാഡിനുള്ള സലാഡ് വെള്ളരി വാങ്ങി. പിന്നെ എൻ്റെ പ്രിയപ്പെട്ട തണ്ണിമത്തൻ വാങ്ങി. പിന്നെ കോൺ കണ്ടപ്പോൾ കോൺ വാങ്ങി. വേദയ്ക്ക് കോൺ ഇഷ്ടമാണ്. പിന്നെ വേദയ്ക്ക് പൂർത്തിച്ചക്ക ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഒരു പൈനാപ്പിളൂടെ വാങ്ങി. പൂർത്തിച്ചക്ക എന്ന് ട്രിവാൻഡ്രത്ത് പറയും, ചില സ്ഥലങ്ങളിൽ തന്നെ കൈതച്ചക്ക എന്ന് പറയും. കൈതച്ചക്കയും പൂർത്തിച്ചക്കയും വേറെയാണ്. പൂർത്തിച്ചക്ക എന്ന് ഞങ്ങൾ ട്രിവാൻഡ്രത്ത് പറയുന്നത് പൈനാപ്പിളിനെയാണ് കേട്ടോ. പൈനാപ്പിളാണ് പൂർത്തിച്ചക്ക. ട്രിവാൻഡ്രം കഴിഞ്ഞാൽ അങ്ങോട്ട് പൂർത്തിച്ചക്ക ഇല്ല എന്നാണ്. പൂർത്തിച്ചക്ക മീൻസ് ഉണ്ട്, അതിനെ പൂർത്തിച്ചക്ക എന്നല്ല പറയുന്നത്, കൈതച്ചക്ക എന്നുകൊണ്ടാണ് പറയുന്നത് അല്ലേ. ശരി, ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഇപ്പോൾ പോയിട്ട് വന്നപ്പോൾ വാങ്ങിയിട്ട് വന്നത്. മുന്തിരി കുഴപ്പമില്ല, മധുരമുണ്ട്, വലിയ പുളിയില്ല. ഞാൻ കഴിച്ച് നോക്കിയിട്ടാണ് വാങ്ങിച്ചത്. അപ്പോൾ വലിയ പുളിയില്ലെങ്കിലും ഞാൻ കുറച്ചേ വാങ്ങിയുള്ളൂ. ഇവിടെ മുന്തിരിയൊന്നും വാങ്ങിയാൽ അധികം ഫ്രൂട്ട്സ് ഒന്നും അധികം പോകത്തില്ല കേട്ടോ. അല്ല സ്നാക്സൊക്കെ ആണെങ്കിൽ എപ്പോൾ തീർന്നെന്ന് ചോദിച്ചാൽ മതി. അതുകൊണ്ട് കുറച്ചേ എല്ലാം വാങ്ങിയുള്ളൂ, എടുത്ത് കളയണ്ടല്ലോ എന്ന് കരുതിയിട്ട്. അങ്ങനെ മുന്തിരിയെ ഞാൻ അടർത്തി മാറ്റിയിട്ട് അതിൽ കുറച്ച് ഉപ്പും മഞ്ഞളും ഇട്ട് കുറച്ച് നേരം വെള്ളത്തിൽ ഇങ്ങനെ ഇട്ടേ വെച്ചേക്കേ. ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആണല്ലോ എന്തോ മസാല മുന്തിരി എന്ന് പറഞ്ഞിട്ട്. വേറൊന്നുമില്ല, മുന്തിരിയിൽ കുറച്ച് ഉപ്പിടുക, മുളക് പൊടി ഇടുക, എണ്ണയും കണ്ട് ഒഴിച്ച് മിക്സ് ചെയ്ത് കഴിച്ചു നോക്കുക. അപ്പം നമ്മൾ മറ്റേ മാങ്ങയൊക്കെ ഉപ്പിലിട്ട് കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടും. വീഡിയോ എടുത്ത് മുന്തിരിയൊക്കെ കഴുകിയിട്ട് വന്നപ്പോഴേക്കും ഉള്ളിയുടെ അവസ്ഥ ഇങ്ങനെ ആയിട്ടോ. പക്ഷേ ബീഫിലിട്ടിട്ട് അതിൻ്റെ കരിഞ്ഞ ചെവയൊന്നും ഉണ്ടായിരുന്നില്ല. ഈ വറുത്ത് വന്ന ഇതിലാണ് ഞാൻ കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടി ഇടുന്നത്. മല്ലിപ്പൊടിയും മുളക് പൊടിയും ഇട്ടിട്ട് ഒരു 2 മിനിറ്റ്സ് കൂടെ കൊടുക്കും കേട്ടോ. അപ്പോൾ അതിൽ കിടന്ന മല്ലിയും മുളകും മൂത്ത് വരും. കറക്റ്റ് മൂത്ത് കിട്ടും കേട്ടോ. പിന്നെ കരിഞ്ഞ് പോകാണ്ട് ശ്രദ്ധിക്കുക. ഇടയ്ക്ക് ഞാൻ 2 മിനിറ്റ് കൊടുത്തു. 1 മിനിറ്റ് ആയപ്പോഴേക്കും വീണ്ടും തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുത്തു. ഇടയ്ക്കിടയ്ക്ക് ഇതിലൊക്കെ വയ്ക്കുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ കരിയാനുള്ള ചാൻസ് ഉണ്ട്. ഇതൊക്കെ ഭയങ്കര ഈസി ആട്ടോ. നമ്മൾ അടുപ്പത്ത് നിന്ന് കിണ്ടി ഇളക്കിയൊന്നും നിൽക്കേണ്ട. ഇതിലൊക്കെ വയ്ക്കുമ്പോൾ ഒന്ന് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. മറ്റേ നമ്മൾ കൂടെ നിൽക്കേണ്ട അടുപ്പത്തൊക്കെ വയ്ക്കുമ്പോൾ. അങ്ങനെ അതിൽ വച്ച് കൊടുത്തിട്ട് ബാക്കി ഞാൻ വാങ്ങിച്ച സാധനങ്ങളെല്ലാം എടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കുകയാണ്. ഇന്നിപ്പം ഞാൻ കരുതി തണ്ണിമത്തൻ എനിക്കിഷ്ടമാണ്, തണ്ണിമത്തൻ ജ്യൂസ് അടിക്കുക. തണ്ണിമത്തനെ മാത്രം പുറത്ത് വെച്ചിട്ട് ബാക്കിയെല്ലാം എടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ എൻ്റെ പോത്ത് കറി. പോത്ത്, സവോള, തക്കാളി, പച്ചമുളക് എല്ലാം കൂടി ഒരു കുക്കറിലേക്ക് ഇങ്ങനെ ഇടുക. എന്നിട്ട് വറുത്ത് വെച്ചിരിക്കുന്ന സവോളയും മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക കേട്ടോ. നമ്മുടെ കൈ കൊണ്ട് അത് ഞെവിടി എടുക്കുമ്പോൾ ആ ടൊമാറ്റോ ഒക്കെ അതിൻ്റെ കൂട്ടത്തങ്ങ് വേരവി ഞെവിടി വരണം കേട്ടോ. മല്ലിയും മുളകും 2 മിനിറ്റ് കൊടുത്തപ്പോഴേക്കും നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. പക്ഷെ കരിഞ്ഞിട്ടില്ല. സവോളയാണ് ലേശം കരിഞ്ഞു പോയത്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിനെ കാട്ടി ചതച്ചതാണ് കുറച്ചുകൂടി ഇത് കേട്ടോ. നമ്മൾ ഓരോ സാധനങ്ങൾ അരിയുന്നതിലും പറക്കുന്നതിലും ഒക്കെ
ടേസ്റ്റ് ഉണ്ട്. ഇത് കുനുകുനാന്ന്, അതായത് ചെറുതായിട്ട് ഈ സവോള എന്താ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ അരിഞ്ഞിട്ടാലും ഒരു പ്രത്യേക ടേസ്റ്റാണ്, ചതച്ചിട്ടാലും ഒരു പ്രത്യേക ടേസ്റ്റാണ്. പേസ്റ്റ് ഇടേണ്ട സ്ഥലത്ത് പേസ്റ്റ് ഇടണം, ചതച്ചിടേണ്ടടുത്ത് ചതച്ചിടണം. അങ്ങനെ ഓരോന്നിനും ഓരോ ടേസ്റ്റ് കേട്ടോ. എന്നിട്ട് ആ എയർ ഫ്രയറിൻ്റെ ആ ഒരു പാന് കഴുകി അതുകൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുക്കുകയാണ്. നന്നായിട്ടെന്ന് പറഞ്ഞാൽ ആ തക്കാളിയൊക്കെ നല്ല കൈ കൊണ്ട് ഞെവടി വന്നു. ഇതെല്ലാം മിക്സ് ചെയ്തുകൊണ്ട് എല്ലാം കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മൂടി വെക്കാൻ പോയപ്പോഴാണ് അയ്യോ കുരുമുളകും ഗരം മസാല ഇട്ടില്ലല്ലോ എന്ന് കരുതുന്നത്. പിന്നെ കുരുമുളക് കുറച്ച് കൂടുതൽ ഇട്ടാലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ 2 പച്ചമുളകും ഇട്ടിട്ടുണ്ട്, കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് വേണം കുരുമുളക് ഇടാനായിട്ട്. കുരുമുളക് ലേശം കൂടിയാലും ആ പോത്തിനൊക്കെ ഒരു ടേസ്റ്റ് ഫ്ലേവർ വന്നാൽ നല്ലതാണ്. ഗരം മസാല വളരെ കുറച്ചിട്ടാൽ മതി കേട്ടോ. ഈ ഗരം മസാല കൂടുതലിടുമ്പോൾ എന്തോ ടേസ്റ്റിനൊരു വ്യത്യാസം പോലെ ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ വളരെ കുറച്ച് ഗരം മസാല ഒരു പേരിന് വേണ്ടി ഇട്ടാൽ മതി. ഇന്ന് ഞാൻ ഗരം മസാല ഇതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് എടുത്തപ്പോഴേക്കും ഗരം മസാല അതിൻ്റെ മണമൊക്കെ അങ്ങ് പോയതുപോലെ കേട്ടോ. വെറുതെ മണം ഇല്ലാതെ ഗരം മസാല ഇട്ടിട്ടും കാര്യമില്ല, ആ മണമൊക്കെ ഉള്ള ഗരം മസാല ഇട്ടാലേ ഒരു ഇതുണ്ടാവത്തുള്ളൂ. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ആപിത റഷീദ് എന്ന് പറഞ്ഞിട്ടുള്ള അവർ കുക്കിംഗ് ചാനലില്ലേ, അവർ ഒരു ബിരിയാണി ഉണ്ടാക്കുന്നത് കണ്ടു. അത് കണ്ടപ്പോൾ മുതൽ എനിക്ക് ആ ബിരിയാണി വെക്കാൻ, നമ്മൾ വയ്ക്കും പോലെ തന്നെയാണ് ബിരിയാണി, പക്ഷെ ഞാൻ നെയ്യാണ് കൂടുതൽ എടുക്കുന്നത്. പക്ഷെ അവർ കുറച്ച് വെളിച്ചെണ്ണയിലാണ് കൂടുതലും, കുറച്ചേ നെയ്യ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ അവർ പറയുന്നുണ്ട് നെയ്യ് ഒരുപാടായാലും കൊള്ളത്തില്ല എന്ന്. അപ്പോൾ ആ ഒരു രീതിയിൽ പിന്നെ ബിരിയാണിയിൽ ഞാൻ പുതിനയില ഇടും, അവർ പുതിനയില ഇട്ടിട്ടില്ല, മല്ലിയില മാത്രമാണ് ഇട്ട് വെച്ചത്. അപ്പോൾ ആ ഒരു രീതിയിൽ മഞ്ഞപ്പൊടി പോലും ഇട്ടിട്ടില്ല കേട്ടോ ആ ബിരിയാണിയിൽ. അപ്പോൾ ആ ഒരു രീതിയിൽ നെക്സ്റ്റ് ടൈം എനിക്ക് നെക്സ്റ്റ് സൺഡേ വയ്ക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ അവരുടെ വീഡിയോ കണ്ടപ്പോൾ അവരിങ്ങനെ ഗരം മസാലയൊക്കെ ഇങ്ങനെ പാക്ക് ചെയ്യുന്ന മീൻസ് അവർക്ക് പ്രൊഡക്ഷൻ ഉണ്ട്, അവർ ചെയ്യുന്ന ഗരം മസാല ഭയങ്കര ഇതാണെന്നൊക്കെ പറഞ്ഞ് കണ്ടു. എനിക്കതൊന്ന് വാങ്ങണമെന്നുണ്ട്, വാങ്ങിയൊന്ന് ട്രൈ ചെയ്യണമെന്നുണ്ട്. പിന്നെ ഒരുപാട് ഗരം മസാലയുടെ കുത്തലായാലും നമുക്ക് പറ്റത്തില്ല, കറിയുടെ ടേസ്റ്റേ മാറിപ്പോകും കേട്ടോ. അപ്പോൾ അവരുടെ ആ ഇത്തായുടെ ഗരം മസാല ആരെങ്കിലും വാങ്ങിച്ച് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ കൊള്ളാവില്ലേ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യട്ടെ, നമുക്ക് വാങ്ങാമല്ലോ. അങ്ങനെ നമ്മുടെ ബീഫ് കുട്ടനെ റെഡിയാക്കി സെറ്റാക്കി കുക്കറിൽ അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. വൈകിട്ട് അതിനെ വേവിച്ചെടുക്കാമെന്ന് കരുതി. എന്നിട്ട് ഞാൻ എൻ്റെ ഡോബിയും കൊണ്ട് മുകളിൽ വന്നിട്ട് കുറച്ച് മുളക് കൃഷിയുണ്ട് കേട്ടോ. മുളകല്ല, കുറച്ച് 1-2 സാധനങ്ങളുണ്ടായിരുന്നു. എല്ലാം നമ്മളിപ്പോൾ പോയിട്ട് വന്നപ്പോൾ ഇവിടെ UP-യിലൊക്കെ പോയിട്ട് വന്നപ്പോഴേക്കും എല്ലാം കരിഞ്ഞു പോയി. വീണ്ടും ഞാൻ വെള്ളം ഒഴിച്ച് അതിനെയൊക്കെ ഒന്ന് പച്ച പിടിപ്പിച്ചെടുക്കുക കേട്ടോ. കറിവേപ്പില അങ്ങ് വാടി നിന്നിട്ട് 2 ഇല വന്ന് നിൽക്കുകയാണ്. അത് അങ്ങനെ നിൽക്കുകയാണ്, വളരുന്നുമില്ല, പട്ട് പോകുന്നുമില്ല, 2 ഇലയായിട്ട് നിൽക്കുകയാണ്. ആ ഉള്ളതിനൊക്കെ ഞാൻ ലേശം വെള്ളം ഒഴിച്ച് കൊടുക്കാമെന്ന് കരുതി. ഇപ്പോൾ ഉള്ളത് കാന്താരിയും നമ്മുടെ ഉടങ്കല്ലി മുളകിൻ്റെ തൈ കേട്ടോ. ഉടങ്കല്ലി മുളകൊക്കെ നല്ല ഇതായിട്ട് വന്നതാണ്, പക്ഷേ വെയിലത്ത് വെള്ളം ഒഴിക്കാണ്ടത് അങ്ങ് കരിഞ്ഞ് വാടിപ്പോയി കേട്ടോ. എന്നിട്ട് വെള്ളമെല്ലാം ഒഴിച്ച ശേഷം ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഡോറിൻ്റെ ബാക്ക് സൈഡും സ്റ്റെപ്പും ഒക്കെ ഞാനൊന്ന് അടിച്ച് വാരി തുടച്ചു കൊടുക്കും. ബാക്കി ഡോബി വർക്ക് ചെയ്തോളും കേട്ടോ. അപ്പോൾ എന്നും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കിടക്കും. ഡോബിയെ പറ്റി ഒരുപാട് പേര് വീഡിയോ ചെയ്യാൻ പറഞ്ഞു. ഞാൻ ഡോബിയുടെ മാത്രം വീഡിയോ ചെയ്താൽ അതെല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയുടെ കൂട്ടത്തിൽ പറയുന്നത്. ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു സാധനമാണ്. എന്നും വീട് അടിച്ച് വാരി തുടച്ചിടുന്നവർക്ക് ഭയങ്കര യൂസ്ഫുള്ളായിട്ടുള്ള, അതിന് മടിയുള്ളവർക്ക് ഭയങ്കര യൂസ്ഫുള്ളായിട്ടുള്ള സാധനമാണ്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ചെയ്തു തരും. പിന്നെ ഇതുപോലുള്ള സ്ഥലങ്ങൾ തൂക്കുകയും തുടക്കുകയൊന്നും ചെയ്യില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ ബ്രഷും കാര്യങ്ങളൊക്കെ മാറ്റി കൊടുക്കേണ്ടി വരും. അതൊക്കെ അത്യാവശ്യം കോസ്റ്റ്ലി ആണ്. അത് നമ്മുടെ യൂസേജ് അനുസരിച്ചിരിക്കും അത് പെട്ടെന്ന് ചീത്തയായി പോകുന്നത്. പിന്നെ ഏറ്റവും വലിയൊരു തലവേദന എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ മുകളിൽ വിട്ടിട്ട് അതിൽ എല്ലാം സെറ്റ് ചെയ്തൊക്കെ വെച്ചിട്ട് നമ്മൾ താഴെ നിന്ന് ജോലി ചെയ്യുമ്പോൾ എവിടെയെങ്കിലും ചെന്ന് സ്റ്റക്കായിട്ട് അവിടെ കിടന്ന് വിളിയായിരിക്കും കേട്ടോ. അതിനെ ചെന്ന് ഇളക്കി വിടണം, താഴ്ന്ന് മുകളിൽ കയറി പോകണം. ചില ദിവസം 1, 2, 3 സമയമൊക്കെ കിടന്ന് വിളിയായിരിക്കും. ദേഷ്യം വരും കേട്ടോ. മുകളിൽ എത്ര പ്രാവശ്യം നമ്മൾ കയറി പോകേണ്ടി വരുമെന്നോ. അതർവൈസ് സൂപ്പറാണ്, അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്ത് തരും. ഒരു പൊടിയോ പൊട്ടോ ഒന്നും ഉണ്ടാവില്ല. ഓരോ ദിവസവും ക്ലീൻ ചെയ്തിട്ട് അത് ഡസ്റ്റ്ബിന്നെടുത്ത് ക്ലീൻ ചെയ്യുമ്പോൾ അതിൽ കിട്ടുന്ന പൊടിയും മുടിയും ഒക്കെ കണ്ടാൽ അതിശയിച്ച് പോകും. ദിവസവും ക്ലീൻ ചെയ്യുന്നതാണ് ഇവിടെ. എന്നാൽ അധികം വണ്ടി പോകുന്ന സ്ഥലം അങ്ങനെയൊന്നുമില്ല. അധികം പൊടി റോഡിൽ നിന്നുണ്ടെങ്കിൽ അങ്ങനെ ചവിട്ടി കയറുന്ന ആൾക്കാരോ ഒന്നുമില്ല. പക്ഷേ എങ്കിലും സ്റ്റിൽ ആ വീട്ടിൽ എത്ര ക്ലീൻ ചെയ്താലും കിടക്കുന്ന പൊടി ഓരോ ദിവസം കാണുമ്പോൾ കണ്ണ് തള്ളിപ്പോകും കേട്ടോ. നമ്മൾ എത്ര ചൂലുകൊണ്ട് വൃത്തിയാക്കിയാലും വൃത്തിയാവില്ല. ഡോബി ആണെങ്കിൽ അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്ത് തരും കേട്ടോ. പിന്നെ അതിനെത്താൻ പറ്റാത്ത കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ പാടാണ്. പിന്നെ ചില സമയങ്ങളിൽ നമ്മളെപ്പോലെ അതിനും വയ്യാതാകും. ഒരു ദിവസം മുകളിൽ നിന്നൊക്കെ താഴെ വീണ് കേട്ടോ, ഒന്നും പറ്റിയില്ല. അങ്ങനെ ഡോബി അവിടെ വർക്കിംഗ് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ വന്ന് താഴെ വീണ്ടും എൻ്റെ ക്ലീനിങ്, ഇതുപോലുള്ള കുറച്ച് താഴത്തെ ക്ലീനിങ്, വാഷ് ബേസിൻ കഴുകുക, പിന്നെ
കിച്ചൺ ക്ലീൻ ചെയ്യുക, ഡൈനിങ് ടേബിൾ ക്ലീൻ ചെയ്യുക, എന്നും ക്ലീൻ ചെയ്യും. ഞാനിങ്ങനെ ഒഴിക്കുമ്പോൾ പുതിയതായിട്ട് വീഡിയോസ് കാണുന്നവർ ചോദിക്കും അതെന്താ ഒഴിച്ചത്, എന്താണ് ക്ലീനിങ്ങിന് ഒഴിച്ച ലിക്വിഡ് എന്നൊക്കെ ചോദിക്കും. വേറൊന്നുമില്ല, ലോഷൻ തന്നെയാണ്. അതിനെ ഞാനിങ്ങനെ ചെറിയ കുപ്പിയിലാക്കിയിട്ട് ഇങ്ങനെ ഒഴിക്കുന്നു എന്നേ ഉള്ളൂ. മുന്നേ ഡെറ്റോളാണ് ഒഴിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ലോഷൻ ഞാൻ തറ തുടയ്ക്കാനായിട്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ ഡോബി വർക്ക് ചെയ്യുന്നത് കൊണ്ട് ഡോബിക്ക് ലോഷനൊന്നും ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. അദ്ദേഹം പ്യുവറായിട്ടുള്ള വാട്ടറിലേ വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പോൾ ആ ലോഷൻ ഒരുപാട് ബാക്കിയിരിക്കുന്നതുകൊണ്ട് ആ ലോഷനെ ഞാൻ വേറൊരു കുഞ്ഞു കുപ്പിയിലാക്കിയിട്ട് ഒഴിക്കുന്നു എന്നേ ഉള്ളേ. ഇത് ലൈസോൾ എന്തോ ആണ്, കുറച്ച് വെള്ളവും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഒഴിക്കുന്നത്. നല്ല മണം കേട്ടോ. അപ്പോൾ കിച്ചണിലും ആദ്യം ഒന്ന് നൈസായിട്ട് ക്ലീൻ ചെയ്ത ശേഷം ആ ലിക്വിഡ് ഒഴിച്ച് ഞാൻ വീണ്ടും ഒന്നുകൂടെ ക്ലീൻ ചെയ്യും. അപ്പം നല്ലൊരു, ഇപ്പം മീനൊക്കെ കട്ട് ചെയ്താലും ആ ഒരു സ്മെല്ലൊക്കെ മാറും. ഇപ്പോൾ ഡൈനിങ് ടേബിളിലായാലും നമ്മൾ മീനും ചിക്കനും ഒക്കെ കഴിച്ചിട്ട് ഒരു സ്മെല്ലുണ്ടാവുമല്ലോ, അത് എന്നിങ്ങനെ തുടച്ച് വൃത്തിയാക്കി ഇടുമ്പോൾ ഒരു എനിക്കൊരു പോസിറ്റീവ് ഫീല്. പിന്നെ നമുക്ക് നമ്മുടെ വീട്ടിൽ എത്ര സ്മെല്ലുണ്ട് ഒന്നും അറിയാൻ പറ്റില്ല. പുറത്തുനിന്ന് ഒരാൾ വരുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള സ്മെല്ല് കറക്റ്റ് അറിയാൻ പറ്റും. അത് മണമായാലും നാറ്റമായാലും അവർക്കത് കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നമ്മുടെ വീട്ടിലൊന്നും അങ്ങനെ വലിയ ഗസ്റ്റുകളൊന്നും വരാനില്ല, എങ്കിലും വരുന്നവർക്ക് ഒരു പോസിറ്റീവ് ഫീലൊക്കെ വേണ്ടേ. അതുകൊണ്ട് എന്നും ഞാൻ ഇത്രയും ചെയ്യും. പിന്നെ ഒരു ശാമ്പ്രാണിത്തിരിയും കത്തിച്ച് വയ്ക്കും, എന്തെങ്കിലും ഒരു എയർ ഫ്രഷ്നർ കൂടി സെറ്റ് ചെയ്യും. അപ്പോൾ എനിക്കൊരു സന്തോഷം, എൻ്റെ വീട് ഭയങ്കര പോസിറ്റീവ്, അത് ഭയങ്കര ഒരു പോസിറ്റീവ് ഫീലാട്ടെ എനിക്ക് ഫീൽ ചെയ്യും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. നമ്മുടെ വീടെന്നും വൃത്തിയാക്കി നീറ്റാക്കി നല്ല മണത്തോടെയൊക്കെ ഇരിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു പോസിറ്റീവ് ഫീല് തന്നെയാണ്. ഇപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെയാണ്, അവരവരുടെ വീട് അവരവർ നന്നായിട്ട് വൃത്തിയായിട്ട് സൂക്ഷിക്കും. പക്ഷേ എങ്കിലും ഞാൻ ഒന്നുകൂടെ പറയുന്നേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ കിടക്കുന്ന കോലം നിങ്ങൾ നോക്കണ്ട. കിച്ചണിൽ കയറി ഒരു 12 മണി വരെ എൻ്റെ കിച്ചൺ ആരും തിരിഞ്ഞു പോലും നോക്കരുത്. ആ തറയിലും അവിടെ എവിടെയൊക്കെ വെള്ളവും കുക്ക് ചെയ്തതിൻ്റെ പൊട്ടും പൊടിയും എണ്ണയും കടുകും അതും ഇതും ഒക്കെ ഉണ്ടാവും. ഒരു 12 മണി കഴിഞ്ഞ് എൻ്റെ ഫുൾ ജോലി കഴിഞ്ഞിട്ട് എൻ്റെ കിച്ചൺ നോക്കുക, ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കിടക്കും. അടുത്ത ദിവസം രാവിലെ ആകുമ്പോൾ വീണ്ടും പഴയപടിയാവും കേട്ടോ. അങ്ങനെ നമ്മുടെ ഡൈനിങ് ടേബിളും വാഷ് ബേസിനും ഒക്കെ കഴുകി കഴിഞ്ഞിട്ട് കിച്ചണിലേക്ക് കയറി ഞങ്ങൾ ഈ വാട്ടർമെലൺ ഫുൾ കട്ട് ചെയ്ത് വേറൊന്നിൽ വെച്ചു. കുറച്ച് വാട്ടർമെലൺ എനിക്ക് ജ്യൂസ് അടിക്കുകയാണ്. ഒരുപാട് പേര് വാട്ടർമെലൺ ഞാനിങ്ങനെ വാങ്ങിച്ച് കട്ട് ചെയ്ത് വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. വാട്ടർമെലനും മിൽക്കും കൂടി കോമ്പിനേഷൻ പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരുപാട് പുതിയ പുതിയ അറിവുകൾ തന്നു. പക്ഷേ എന്തോ എനിക്ക് വാട്ടർമെലനും മിൽക്കും കൂടി കുടിക്കാനാണ് ഇഷ്ടം. ശരിയാട്ടോ, വാട്ടർമെലൻ നമ്മൾ അധികം കഴിച്ചാൽ ഡൈജഷനൊക്കെ ബാധിക്കുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് അധികം വാട്ടർമെലൻ കഴിക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്. വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ കഴിക്കുന്നതിൽ കുഴപ്പമില്ല. പക്ഷേ വാട്ടർമെലൻ കട്ട് ചെയ്ത് വെച്ചിട്ട് നമ്മൾ പെട്ടെന്ന് ഉപയോഗിച്ചില്ല എങ്കിൽ അത് ദോഷമാണ് എന്നുള്ള അറിവ് പുതിയതാട്ടോ. എങ്കിലും ഞാൻ 2-3 ദിവസം കൊണ്ട് വാട്ടർമെലൻ തീർക്കാം. എനിക്ക് കഴിക്കാൻ ഇഷ്ടമല്ല, ഇതുപോലെ ജ്യൂസ് അടിച്ച് പാലും കൂടി ഒഴിച്ച് മിക്സ് ചെയ്ത് കുടിക്കാനാണ് ഇഷ്ടം. ഒരാൾ കമൻറ്റ് ചെയ്തു കുറച്ച് നട്ട്സൊക്കെ ഇട്ട് കഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. ഞാൻ എന്ത് ചെയ്തു, ഇന്ന് കുറച്ച് കപ്പലണ്ടി കൂടി അതിൽ മിക്സ് ചെയ്ത് കഴിച്ചു കേട്ടോ. സൂപ്പറായിരുന്നു. ഇങ്ങനെ കടിച്ച് കഴിക്കാം. എനിക്കിങ്ങനെ ചായ ആയാലും ബദാം ടീ കുടിക്കുന്നത് അതുകൊണ്ടാണ്. ചായ ആകുമ്പോൾ ബദാമിൻ്റെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസസ് കാണും, അത് കടിച്ച് കഴിക്കാനൊരു പ്രത്യേക ഇഷ്ടമാണ്. എന്തിപ്പോൾ ഷേക്ക് ആയാലും ജ്യൂസ് ആയാലും ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് കടിച്ച് കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഞാൻ വാട്ടർമെലൺ ജ്യൂസിൽ കുറച്ച് പാലും ഒഴിച്ച് കുറച്ച് കപ്പലണ്ടിയും കൂടി ഇട്ടപ്പോൾ ഓരോ സിപ്പ് എടുക്കുമ്പോഴും 2 കപ്പലണ്ടി വായിക്കാത്ത കിട്ടും. അതിങ്ങനെ കടിച്ച് കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ പുതിയ അറിവുകളാണ്. ഞാൻ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ എനിക്കറിയാവുന്നത് പറഞ്ഞു തരും പോലെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ നമുക്കതൊരു പുതിയൊരു ഇൻഫോർമേഷൻ ആയിരിക്കും. അങ്ങനെ പാലും എല്ലാം ഒഴിച്ച് വാട്ടർമെലൺ ജ്യൂസിനെ മിക്സാക്കി. ഇനി ഇതിനെ മിക്സാക്കിയിട്ട് ഞാൻ കുപ്പിയിലൊഴിച്ച് മാറ്റി വെക്കും കേട്ടോ. കാരണം ഇത് ഒട്ടും തണുപ്പില്ല, ഫ്രിഡ്ജിലിരുന്നതല്ല. ഫ്രിഡ്ജിലിരുന്ന വാട്ടർമെലൺ ആണെങ്കിൽ അപ്പോൾ ജ്യൂസ് അടിച്ച് കുടിച്ചാലും നല്ല തണുപ്പുണ്ടാവും. ഇത് പുറത്തിരുന്ന വാട്ടർമെലനല്ലേ ഒട്ടും തണുപ്പില്ല. എനിക്ക് തണുപ്പോടെ കുടിച്ചാലേ പറ്റത്തുള്ളൂ. തണുപ്പില്ല എങ്കിൽ കഞ്ഞിവെള്ളം കുടിക്കാൻ പോലെ ഇരിക്കും കേട്ടോ. അതുകൊണ്ട് കഞ്ഞിവെള്ളം ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള സാധനമാണ്. പുച്ഛത്തോടെ പറയുന്നെങ്കിലും അതൊന്നും നമുക്ക് കുടിച്ചാൽ ഇറങ്ങത്തില്ലല്ലോ. വേറെ അഴുക്ക് സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുടിച്ചാൽ ഇറങ്ങത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തണുപ്പോടെ കുടിച്ചാൽ നല്ല ചിൽഡ് വാട്ടർമെലൺ ജ്യൂസാണ് നല്ലത്. ഇതിന് കുറച്ച് നാൾ ഇങ്ങനെ വാട്ടർമെലൺ ജ്യൂസ് പോകും കേട്ടോ. കുറച്ച് നാൾ കുടിക്കുമ്പോൾ അതങ്ങ് മടുക്കുമ്പോൾ പിന്നെ കുടിക്കത്തില്ല. അപ്പോൾ ഞാൻ കരുതി മടുക്കുന്നത് വരെ അങ്ങനെ അങ്ങ് കുടിക്കാൻ വേണ്ടിയാണ് വീണ്ടും വാട്ടർമെലണും മിൽക്കും കൂടിയൊക്കെ ഒഴിച്ച് മിക്സ് ചെയ്ത് കുടിക്കുന്നത്. ആ ജ്യൂസ് ഭയങ്കര സ്വീറ്റായിരുന്നു കേട്ടോ. വാട്ടർമെലൺ നല്ല സ്വീറ്റായിരുന്നു. ഇനി എന്താണ് ക്ലീനിങ്. പാത്രം കഴുകാനൊരു ലോഡ് കിടപ്പുണ്ട്. ആ പാത്രങ്ങളെല്ലാം കഴുകി ഇവിടെ എല്ലാം ക്ലീൻ ചെയ്താലേ എനിക്ക് സമാധാനമാകത്തുള്ളൂ. ഇനി ഈ ക്ലീനിങ് എന്ന് പറഞ്ഞാൽ എനിക്ക് നമ്മുടെ ഡിഷ് വാഷർ കൂടി വാങ്ങാൻ ആഗ്രഹമുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇവിടെ ഈ കിച്ചണിനകത്ത് ഇനി വയ്ക്കാൻ പറ്റത്തില്ല, നമ്മുടെ പുറത്തേ വയ്ക്കാൻ പറ്റത്തുള്ളൂ. പുറത്ത് എനിക്കിനി ഗ്രില്ലെല്ലാം ചെയ്ത് കവർ ചെയ്യണം. ഭയങ്കര പൂച്ചയുടെ ശല്യം. അപ്പോൾ ഗ്രില്ലെല്ലാം കവർ ചെയ്ത് അവിടെ എല്ലാം കവർ ചെയ്ത്
ഈ ഡിഷ് വാഷർ എവിടെയാണോ വയ്ക്കാനുള്ളൊരു പൊസിഷനൊക്കെ കണ്ടെത്തി ഒന്നുകൂടെയൊക്കെ പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് മാത്രമേ ഞാൻ ഇനി ഡിഷ് വാഷർ വാങ്ങത്തുള്ളൂ. ശരിക്കും പറഞ്ഞാൽ അത് അത്രയും ഹെൽപ്ഫുള്ളായിട്ടുള്ള സാധനമാണോ എന്ന് എനിക്കറിയില്ല. കാരണം ഇപ്പോൾ ഒരുമിച്ച് കുറേ പാത്രങ്ങളുണ്ടെങ്കിൽ കഴുകായിരിക്കും. ഇപ്പം നമ്മളൊരു ചായ ഇട്ടാലും അതുകൊണ്ടാണ് ചായ ഇടാൻ മടിക്കുന്നത്. ആ ചായ ഇടുന്ന പാത്രം കഴുകണ്ടേ, ആ 2 പാത്രം കൊണ്ടൊന്നും നമുക്ക് ഡിഷ് വാഷറിൽ വയ്ക്കാൻ പറ്റില്ലല്ലോ. ബൾക്കായിട്ട് കുറച്ച് പാത്രങ്ങളുണ്ടെങ്കിലല്ലേ കൊണ്ട് വയ്ക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പം ഇത്രയും പാത്രങ്ങൾ ഒരുമിച്ച് കിടക്കുമ്പോൾ അത് കൊണ്ടുവന്ന് ഡിഷ് വാഷറിൽ വയ്ക്കാൻ പറ്റും. ഈ ചായയൊക്കെ ഇടുമ്പോൾ നമ്മൾ തന്നെ കഴുകണ്ടേ, അതുകൊണ്ട് അത് വേണോ വേണ്ടേ എന്നുള്ളൊരു ചോദ്യചിഹ്നത്തിലാണ് ഞാൻ. ഒരുപാട് പേര് നല്ല സാധനമാണെന്ന് പറഞ്ഞു, വാങ്ങണം, എപ്പോഴെങ്കിലും വാങ്ങാം. പക്ഷേ ഇപ്പോഴൊന്നും ഉണ്ടാവില്ല. പുറം വശം ഞാനൊന്ന് സെറ്റാക്കി ഭംഗിയാക്കിയ ശേഷം മാത്രമേ ഡിഷ് വാഷർ വാങ്ങത്തുള്ളൂ. ശരി, എന്തായാലും നമുക്കിപ്പോൾ കഴിവില്ല പറ്റൂ. ഞാൻ തന്നെയാണ് ഇപ്പോഴത്തെ ഡിഷ് വാഷർ. കഴുകിക്കൊണ്ട് നിന്നപ്പോഴാണ് ഓർമ്മിച്ചത്, വൈകിട്ട് പുട്ട് വയ്ക്കണമല്ലോ, ബീഫിൻ്റെ കൂടെ കഴിക്കാൻ പുട്ട് വേണമല്ലോ. അപ്പോൾ ഏട്ടൻ ശരിക്കും പറഞ്ഞാൽ ചപ്പാത്തി അവിടെ ഉണ്ട്. ഞാൻ അങ്ങനെ വിളിച്ച് ചോദിച്ചു, ഏട്ടാ വൈകിട്ട് ചപ്പാത്തി കൊണ്ടുവരുമോ, ചപ്പാത്തിയോടൊപ്പം കഴിക്കുന്നോ പുട്ടിനോട് കഴിക്കുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ പാവം പറഞ്ഞു, നിനക്ക് ഇഷ്ടമുള്ള ഞാൻ ചപ്പാത്തി വേണമെങ്കിൽ കഴിച്ചോളാം, പുട്ട് വേവിക്കണമെങ്കിൽ വേവിക്കും, എന്തെന്ന് വെച്ചാൽ ആയിക്കോ, കുഴപ്പമില്ല, എന്തായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങളല്ലേ കഴിക്കുന്നത്, പോത്തും കൂട്ടി കഴിക്കാൻ ഏതാണ് കൂടുതൽ ഇഷ്ടം? അപ്പോൾ എനിക്കാണെങ്കിൽ പോത്തും പുട്ടും ആണ് ഇഷ്ടം. അപ്പോൾ ഏട്ടന് ഇനി പുട്ടും പോത്തുമാണോ ഇഷ്ടം, ചപ്പാത്തിയും പോത്തുമാണ്, ഏട്ടന് പുട്ടും പോത്തുമാണ് ഇഷ്ടമെന്ന് എനിക്കറിയാം. എങ്കിലും ചിലപ്പോൾ പറഞ്ഞാലോ, ഇല്ല വേണ്ട ചപ്പാത്തി തന്നെ കഴിച്ചോളാം എന്ന് പറഞ്ഞാലോ എന്ന് കരുതിയാണ് ചോദിച്ചത്. അപ്പോൾ പാവം പറഞ്ഞു, ഇഷ്ടമുള്ളത് കഴിക്കാമെന്ന് പറഞ്ഞു. എങ്കിലും ഞാനൊന്ന് നിർബന്ധിച്ചപ്പോൾ പറഞ്ഞു, എങ്കിൽ പിന്നെ പുട്ടുണ്ടാക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ആ പുട്ടിന് മാവ് നനച്ച് വെച്ചില്ലല്ലോ, പിന്നെ പുട്ടിന് മാവൂടെ നനച്ച് വെച്ചിട്ട് ബാക്കി പാത്രങ്ങൾ കഴുകാമെന്ന് കരുതി ചൂടുവെള്ളം എല്ലാം ഒഴിച്ചിട്ടാണ് പുട്ടിന് മാവ് നനയ്ക്കുന്നത്. ഇന്ന് മിക്സിയുടെ ജാറിലിട്ട് കറക്കിയില്ല, കാരണം വെള്ളം ഒഴിച്ചപ്പോൾ കുറച്ചൊന്ന് കൂടിപ്പോയി കേട്ടോ. അപ്പോൾ ആ കുറച്ചൊന്ന് കൂടിപ്പോയിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലിട്ടൊന്ന് കറക്കിയാൽ അത് കൊഴുക്കട്ടണക്കാവും കേട്ടോ. അതുകൊണ്ട് പിന്നെ ഞാൻ ഇന്ന് ആ പരീക്ഷണത്തിന് പോയില്ല. മാവ് നന്നായിട്ട് നനഞ്ഞു വന്നു, അതുകൊണ്ട് പിന്നെ പുട്ടുക്കുറ്റിയിൽ ഡയറക്റ്റ് അങ്ങ് എടുത്ത് വെക്കായിരുന്നു കേട്ടോ. പാത്രം കഴുകൽ നിർത്തിയിട്ട് വീണ്ടും ഞാൻ പുട്ടിൻ്റെ മാവ് നനയ്ക്കാൻ പോയത്. പുട്ടിൻ്റെ മാവ് നനയ്ക്കുമ്പോൾ വീണ്ടും പുട്ടിൻ്റെ മാവ് മിക്സിയുടെ ജാറും ഒക്കെ പുട്ടിൻ്റെ മാവ് നനച്ച പാത്രവും മിക്സിയുടെ ജാറും ഒക്കെ ഉണ്ടാവുമല്ലോ എന്ന് കരുതിയാണ് വീണ്ടും കഴുകാനൊരു ലോഡാവുമല്ലോ. അപ്പോൾ അതെല്ലാം കൂടി ഒരുമിച്ച് കഴുകാമെന്നും പറഞ്ഞാണ് കഴുകൽ നിർത്തിയിട്ട് പുട്ടിൻ്റെ മാവ് നനയ്ക്കാനായിട്ട് പോയത് കേട്ടോ. അങ്ങനെ ഒരു പുട്ടുക്കുറ്റി എടുത്തുകൊണ്ട് വന്ന് പുട്ടുക്കുറ്റിക്കകത്ത് മാവ് നിറയ്ക്കാൻ നോക്കിയപ്പോൾ 2 പുട്ടുക്കുറ്റി ഉണ്ട് കേട്ടോ. പുട്ടുക്കുറ്റി വാങ്ങിച്ചപ്പോൾ കിട്ടിയതാണ്. ഒന്ന് ഈ കുഴൽ പോലത്തതും ഒന്ന് ചിരട്ട കുറ്റിയും, ചിരട്ട പുട്ടിൻ്റെ കുറ്റി. അതിൽ 2ലും ചില്ലുണ്ടായിരുന്നു, ഒരു ചില്ല് എവിടെയോ മിസ്സായി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇടിയപ്പത്തിൻ്റെ ചില്ലിട്ടാണ് ഒന്നിനെ വേവിക്കുന്നത്. ആ ഇടിയപ്പത്തിൻ്റെ ചില്ല് ചിരട്ടപ്പുട്ടിലാണെങ്കിൽ ഇരിക്കും, വല്ല പരന്ന പാത്രമല്ലേ, അതിന്ന് മാറി ഇതിലേക്കിട്ടു. ഇട്ടപ്പോൾ അത് അങ്ങോട്ടും പോകുന്നില്ല ഇങ്ങോട്ടും പോകാതെ സ്റ്റക്കായി നിന്ന് കേട്ടോ. പിന്നെ അതിനെ മാറ്റി ചിരട്ടപ്പുട്ടിൻ്റെ പാത്രത്തിലാക്കിയിട്ട് ചിരട്ടപ്പുട്ടിൻ്റെ പാത്രത്തിൽ കിടന്ന ചില്ലിനെ എടുത്ത് ഇതിലേക്കിട്ടിട്ടാണ് പുട്ടിൻ്റെ മാവ് നനയ്ക്കുന്നത്. പുട്ടിൻ്റെ മാവ് നിറയ്ക്കുന്നത്. പുട്ടിൻ്റെ മാവ് നിറച്ചിട്ട് അതിനെ കൊണ്ടുവന്ന് നേരെ ഫ്രിഡ്ജിൽ വെച്ചു. ഇനി രാത്രി എടുക്കുക, ആവി കയറ്റുക, അത്രയേ ഉള്ളൂ. നിങ്ങളിപ്പോൾ കരുതുന്നുണ്ടാവും പുട്ടിൻ്റെ മാവ് നനച്ചിട്ട് വേറൊരു പാത്രത്തിൽ അങ്ങ് അടച്ചങ്ങ് വെച്ചാൽ പോരെയെന്ന്. പക്ഷേ അല്ല, വേറൊരു പാത്രത്തിൽ വെച്ച് അടച്ച് വെക്കുകയാണെങ്കിൽ പുട്ടുക്കുറ്റി നിറയ്ക്കുമ്പോൾ ആ പാത്രം വീണ്ടും നമ്മൾ കഴുകണ്ടേ. ഇതാകുമ്പോൾ പുട്ടുക്കുറ്റിയിൽ നിറച്ചങ്ങ് വെച്ചാൽ പുട്ടുക്കുറ്റി എടുത്തങ്ങ് വേവിച്ചാൽ പോരെ. എന്നിട്ട് പുട്ടുക്കുറ്റി പാത്രം മാത്രമല്ലേ കഴുകാനുണ്ടാവൂ. ബുദ്ധി വേണം മക്കളെ, ബുദ്ധി. ഒന്നും ചെയ്യത്തില്ല കേട്ടോ, നല്ല സാധാരണ നമ്മൾ പുട്ട വയ്ക്കുന്ന ആ ഒരു ടേസ്റ്റ് തന്നെ കിട്ടും. ഇനി പുട്ടിനെന്താ തേങ്ങ ഇടാത്തെന്ന് ചോദിച്ചാൽ ഏട്ടന് പുട്ടിൽ തേങ്ങ ഇടുന്ന ഇഷ്ടമല്ല. രുചിക്കും വേണ്ടിയെങ്കിലും ഇടട്ടെ ഏട്ടാന്ന് ചോദിച്ചാൽ പറയും എനിക്ക് വേണ്ട. അതെന്താ, എനിക്കും ജോലി എളുപ്പമാണല്ലോ, പുട്ടിന് തേങ്ങ ചിരണ്ടല്ലോ. അല്ലെങ്കിൽ എന്നും തേങ്ങ ചിരണ്ടി ഞാൻ ചത്തുപോയാന്. ഭാഗ്യത്തിന് പുട്ടിന് തേങ്ങ ഇടുന്നത് ഏട്ടന് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് തേങ്ങ ഇടാത്തത് കേട്ടോ. അങ്ങനെ അവിച്ചാൽ കൊള്ളാവോന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല കേട്ടോ, ഞാനും പുട്ടിന് തേങ്ങ ഇടാണ്ട് കഴിക്കും. വേറെ ഒരു ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല. ഈ പുട്ടാണെങ്കിൽ ഏതിൻ്റെ കൂടെ വേണമെങ്കിലും പോവും. മീൻകറി, രസം, സാമ്പാർ, മീനും തോരനും സാമ്പാറും ഒക്കെ കൂട്ടി കഴിക്കുമ്പോഴും ആ പുട്ട് ഭയങ്കര ഒരു ടേസ്റ്റാണ് കേട്ടോ. പുട്ടും സാമ്പാറും ഒക്കെ നല്ല ടേസ്റ്റാണ്, നല്ല കോമ്പിനേഷനാണ് സത്യം. അതിന് ഗോതമ്പ് പുട്ട് തന്നെ കേട്ടോ നല്ലത്. പണ്ട് എനിക്ക് ഗോതമ്പ് പുട്ട് ഇഷ്ടമല്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ ഗോതമ്പ് പുട്ടാണെങ്കിൽ ഏതിൻ്റെ കൂടെ വേണോ, ഏത് കറിയിലൂടെ വേണോ പോവും. ഒന്ന് ഒഴിച്ച് കൂട്ടാനായിട്ട് എന്തെങ്കിലും ഒന്ന് നനഞ്ഞിരിക്കാൻ വേണം എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ കേട്ടോ. ഫൈനലി പാത്രങ്ങളെല്ലാം കഴുകി എൻ്റെ കിച്ചൺ തുടച്ച് വൃത്തിയാക്കിക്കൊണ്ട്, തുടപ്പൊന്നുമില്ല, ഇങ്ങനെ തുടച്ചിടും, ബാക്കി ഡോബി ചെയ്തോളും. ഇത്രയും ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും സമയം 12:45 കേട്ടോ, എല്ലാം കഴിഞ്ഞപ്പോഴേക്കും. എന്നിട്ട് ഡോബി മുകളിലത്തെ വർക്ക് കഴിഞ്ഞു, അതിനെടുത്ത് താഴെ കൊണ്ടുവന്ന് താഴെ അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോഴേക്കും പൊടിയേരി കഞ്ഞി ഞാൻ വേറൊരു പാത്രത്തിലൊക്കെ ആക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. വേദയ്ക്ക് നെല്ലിക്ക അച്ചാറും മുളക് വറുത്തതും വേണമെന്ന് പറഞ്ഞു. അങ്ങനെ നെല്ലിക്ക അച്ചാറും മുളക് വറുത്തതും വെച്ച് കൊടുക്കുകയാണേ. വേദ പച്ചക്കറി കൂട്ടുന്ന ബുദ്ധിമുട്ട് കരുതിയാണ് കഞ്ഞിക്ക് പറഞ്ഞത്, ഞാൻ കുക്ക് ചെയ്യുന്ന ബുദ്ധിമുട്ട് കരുതിയാണ് കഞ്ഞിക്ക് പറഞ്ഞത് കേട്ടോ. എന്തായാലും ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, എന്തോന്ന് ആശാൻ കൽപ്പിച്ചതും വൈദ്യം കൽപ്പിച്ചതും എന്തോ ആയെന്ന് പറയും പോലെ ഞങ്ങളുടെ 2 പേരുടെയും ഉദ്ദേശം വേറെ ആയിരുന്നുവെങ്കിലും
എനിക്ക് ജോലി എളുപ്പമായിട്ടോ അതുകൊണ്ട് രക്ഷപ്പെട്ടു. അപ്പോൾ എന്തായാലും ഇന്നത്തെ വലിയ വീഡിയോ ഇവിടെ കഴിയാണ്. വളരെ ആത്മാർത്ഥതയോടെ വളരെ ഇഷ്ടത്തോടെ നിങ്ങളുടെ ഓരോരുത്തരുടെയും കമൻറ്റ് മാനിച്ചുകൊണ്ട് ഞാൻ ഇത്രയും ലെങ്തി ആയിട്ട് വീഡിയോ ചെയ്തു. ഇനി ഞാൻ പോയി ഒന്ന് കുളിച്ചിട്ടൂടെ വന്നാൽ സകലമാന ജോലിയും കഴിഞ്ഞു. ഇനി വൈകിട്ട് ആ ബീഫും പുട്ടും വേവിക്കുന്ന പാട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരുപാട് സന്തോഷത്തോടെ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. ടാറ്റാ, ബൈ ബൈ.